വെൽക്കം. ഇന്ന് കുറച്ച് നടത്തവും സംസാരവും. ഇന്നും എൻ്റെ റെഗുലർ നടത്തം. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. 7 മണി ആയിട്ടില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് നല്ല ഒരു ബ്രൈറ്റ് മോർണിംഗ് ആയിരുന്നു. ഞാൻ വീഡിയോ എടുക്കാനൊന്നും ഉദ്ദേശിച്ചതല്ല, പക്ഷെ ഇങ്ങനെ ചില തോട്ട്സ് ഇങ്ങനെ വരും. അപ്പോൾ വിചാരിക്കും അത് കാണുന്ന ചില ആൾക്കാർ ഷെയർ ചെയ്യാം. കുറേ വ്യൂസിനോ അങ്ങനെയൊന്നുമല്ല, പക്ഷെ ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സുഖം. ആരുമായിട്ട് ഷെയർ ചെയ്ത പോലെ ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യം, ഏജിങ് ഗ്രേസ്ഫുള്ളി. ഏജിങ് ഗ്രേസ്ഫുള്ളി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് എന്നെപ്പോലെ കുറേ പേര് ഈ വലിയ മക്കളായ ശേഷം ഫേസ് ചെയ്യുന്നൊരു കാര്യമാണ്. യെസ്, എല്ലാവരും മിഡിൽ ഏജാണ്. അപ്പോൾ അവർക്ക് മുകളിൽ ഒരു ജനറേഷനുണ്ട്, താഴെ ജനറേഷനുണ്ട്. ചില ആൾക്കാർക്ക് 3ാമത്തെ ജനറേഷൻ കൂടെ വന്നിട്ടുണ്ടായിരിക്കും. മക്കളും കൊച്ചുമക്കളും ആയവരും ഉണ്ടാവും ഈ ജനറേഷനിൽ. അപ്പോൾ എങ്ങനെ ഏജിങ് ഗ്രേസ്ഫുള്ളി എങ്ങനെയാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കുറച്ച് കൊല്ലങ്ങളായി ആലോചിക്കാറുണ്ട്. ഇപ്പോൾ അത് കൂടുതലാണ്. കാരണം എല്ലാവരും വീടുകളിൽ പ്രായമായവരുണ്ട്. അവരൊക്കെ എങ്ങനെ ചെയ്യുന്നു? നമ്മൾ ആ പ്രായമാകുമ്പോൾ എന്തൊക്കെയായിരിക്കും നമ്മൾ ആ പ്രായത്തിൽ ജീവിച്ചിരിക്കുകയാണെങ്കിൽ? എനിക്ക് തോന്നുന്നു അതാണ് എൻ്റെ ബോട്ടം ലൈൻ. എത്ര പേർക്ക് 70 കഴിഞ്ഞ് ജീവിക്കാൻ ഭാഗ്യം കിട്ടും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. 70 എന്തിനാ, 20 കടക്കാൻ പറ്റാത്തവരില്ലേ? 1 വർഷം പോലും ജീവിക്കാത്ത കുഞ്ഞുങ്ങളില്ലേ? അപ്പോൾ ഐ തിങ്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗ്രാറ്റിറ്റ്യൂഡാണ്. നമുക്കുള്ളതിന് ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് വേണം. അത് എൻ്റെ ഒരു നെയ്ബർ ഉണ്ടായിരുന്നു ഇവിടെ അമേരിക്കയിൽ. അവർക്ക് പല ക്യാൻസറുകളുണ്ടായിരുന്ന സ്ത്രീയാണ്. അതൊക്കെ സത്യം പറഞ്ഞാൽ എപ്പോഴും നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അവർ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ വേറെ നെയ്ബേഴ്സ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അറിഞ്ഞതാണ്. അവർ 92, 93 വരെ ജീവിച്ചു. അവരുടെ ഹസ്ബൻഡ് നേരത്തെ മരിച്ചു. അവരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ ഒരാൾ ബയോളജിക്കൽ സണ്ണും ഒരാൾ അഡോപ്റ്റഡ് ആയിരുന്നു, ഒരു മോള്. അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ മോന് ഇടയ്ക്കൊക്കെ വന്നിട്ട് നോക്കിയിട്ടൊക്കെ പോകും, പക്ഷേ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷേ അവരിരുന്ന് അതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടേയില്ല. ഒരിക്കൽ പോലും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് കേട്ടിട്ടില്ല. ശരി, വല്ലപ്പോഴും കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കേട്ടിട്ടില്ല. എന്തൊരു നല്ലൊരു ലൈഫാണ് ഞാൻ ആലോചിക്കും. എന്ത് നല്ലൊരു മനസ്സാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു വെള്ളക്കാരിയാണ്. എനിക്കിവിടെ യൂറോപ്പ് അവിടുത്തെ ആൾക്കാരുടെ മകളാണ്. എല്ലാവരും ഇവിടെ പലതും വന്ന് താമസിച്ചവരാണല്ലോ, സെറ്റിലേഴ്സ് ആണല്ലോ എല്ലാം. അല്ലാതെ ഇവിടെ തന്നെ നമ്മളെ ഇന്ത്യ പറയണ പോലെ അവിടെ തന്നെ പല പല ജനറേഷൻസിൽ ജീവിച്ചവരായിരിക്കും എന്നില്ല. അവർ പറഞ്ഞ അവരുടെ അച്ഛനമ്മയോ അവരുടെ അപ്പൂപ്പനമ്മയോ ആ ഒരു ഇതിൽ വന്നവരായിരിക്കും. അപ്പോൾ അത് എത്ര മനോഹരമാണെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ നമ്മൾ ഇത്രയും ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ എത്ര മനോഹരമായിട്ടുള്ളൊരു കാര്യമാണ്, എത്ര നന്ദി വേണ്ടൊരു കാര്യമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അഥവാ അവിടം വരെ ജീവിച്ചാൽ നന്ദിയോടെ ജീവിക്കാൻ പറ്റണേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. നന്ദി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ പിന്നെ പരാതികളുടെ പരിഭവങ്ങൾ കുറയും ഓട്ടോമാറ്റിക്കായിട്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് നല്ല നന്ദിയുള്ള കൂട്ടത്തിലായിരുന്നു ഉള്ള കാര്യത്തിന്. അപ്പം ഞാൻ ബാക്കിലൊക്കെ ഞാനിങ്ങനെ ഗാർഡനിങ് ചെയ്യുമ്പോൾ അവർ വന്ന് നിൽക്കും. പിന്നെ ദേവി എന്നാണ് വിളിക്കണത്, ഡെവി എന്ന് വിളിക്കണം. അപ്പോൾ ഷോർട്ട് ഹെയറൊക്കെ ആയിട്ട് ചെറിയൊരു രൂപമാണ്. എൻ്റെ അത്ര ഹൈറ്റേ ഉള്ളൂ. അപ്പോൾ വളരെ ഇതായിട്ട് പറയും, നമ്മളെ ഫാമിലിയെ പറ്റി പറയും. എൻ്റെ മോനും ഒക്കെ അവരൊരു അമ്മൂമ്മ തന്നെയായിരുന്നു ശരിക്കും. എന്നുവെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ അവർ പോയപ്പോഴത്തേക്ക് ഞങ്ങൾക്കൊക്കെ വല്ലാത്ത ഷോക്കായിരുന്നു.
അവരവസാന കാലം വരെ നമ്മൾ ആ ടച്ച് വെച്ചിരുന്നു. വീട് വിട്ട ശേഷം അവരവിടെ നിന്ന് വീട് വിട്ട് അതിന് സീനിയർ സിറ്റിസൺ ഹോമിൽ പോയി. പിന്നെ അവർക്ക് ഡിമെൻഷ്യ വന്നു, മറവിയൊക്കെ വന്നു. എന്നാൽ പോലും നമ്മളെ കാണുമ്പോൾ ചിരിക്കുമായിരുന്നു. എന്നിട്ട് പോലും അവർക്ക് നമ്മളെ ഓർമ്മയുണ്ടെന്നുള്ള. അപ്പം ഞാൻ പറയണത് ഇത്രയൊക്കെ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോയിട്ടും അവർക്ക് നന്ദി വിട്ടിട്ടില്ല. അതാണ് എൻ്റെ റോൾ മോഡൽ അവർ തന്നെയാണ് ഇക്കാര്യത്തിൽ. അതേസമയം നമ്മുടെ നാട്ടിലത്തെ പല അമ്മമാർക്കും മക്കളും കൊച്ചുമക്കളും മരുമക്കളും എല്ലാവരും ഉള്ളവർക്ക് പോലും ഇത്രയും നന്ദി ഉണ്ടോ? ശരിയാണ്, അവരെല്ലാം മക്കൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി നിറയെ ചെയ്താണ്, ത്യാഗങ്ങൾ സഹിച്ചതാണ്, എല്ലാം അതൊക്കെ സത്യമാണ്. ചിലപ്പോൾ ഈ പറഞ്ഞ എൻ്റെ നെയ്ബറിനെക്കാളൊക്കെ 100 കണക്കിന് കൂടുതൽ ത്യാഗങ്ങൾ സഹിച്ചിരിക്കും. പക്ഷേ നമ്മൾ ത്യാഗങ്ങൾ അവർക്ക് വേണ്ടി സഹിച്ചാലും അതുകൊണ്ട് അവരൊക്കെ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ അടുത്ത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. സ്നേഹം ഉണ്ടാവണം, കടപ്പാടുണ്ടാവണം, അതൊക്കെ ഉണ്ടാവണം. ഒരു എന്താ പറയുക, കൺട്രോൾ ചെയ്യുന്ന ആ രീതി, അതാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ ഉള്ള പല ആൾക്കാർക്ക്, പല പ്രായമായവർക്കുള്ള പ്രശ്നം. അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്ഡ് ആവുക, നല്ല നല്ല കാര്യങ്ങൾ എൻഗേജ്ഡ് ആവുക. ഇവിടുത്തെ ആൾക്കാരും അത് പൊതുവെ വെസ്റ്റേൺ കൾച്ചറിലുള്ളതാണ്. നമ്മുടെ ഈസ്റ്റേൺ കൾച്ചർ ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളതൊക്കെ സൗകര്യം പോലെ വിട്ടു. ഈ പറഞ്ഞ സീരിയൽ ഇതൊക്കെ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് വല്ല നാമം ജപിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം സീരിയൽ കണ്ടാൽ മതി എന്നായല്ലോ. ഒരു കാലത്ത് എത്ര നല്ല ഭംഗിയുള്ള, എത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കണ്ടിരുന്ന ആൾക്കാരാണ്. പണ്ടത്തെ ഹിന്ദി സീരിയൽസ് ആവട്ടെ, മലയാളം ആവട്ടെ, പണ്ടത്തെ കഥാസാഗർ എന്നൊക്കെ പറഞ്ഞ് എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടെന്നറിയില്ല. കഥാസാഗർ എന്ന് പറഞ്ഞ വെള്ളിയാഴ്ച എന്നാണ് എൻ്റെ ഓർമ്മ. ഓരോ വെള്ളിയാഴ്ചയും അരമണിക്കൂർ എന്ന് പറയുമ്പോൾ അതൊരു 20-25 മിനിറ്റ്സ്. അങ്ങനെ ദൂരദർശനൊക്കെ ആയതുകൊണ്ട് ആഡ്സ് ഒന്നും ഇല്ലല്ലോ. അരമണിക്കൂറിനകത്ത് കഥ, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ ഒരു കഥ എടുത്തിട്ട് അതിൻ്റെ ദൃശ്യാവിഷ്കാരം, അങ്ങനെ എന്ത് നല്ല ക്വാളിറ്റി ആയിരുന്നു. പറഞ്ഞല്ലേ, കഹാനി, ബുനിയാദ്, ഹം ലോഗ്, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നതൊക്കെ കണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം അതൊരുമാതിരി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവോ? അങ്ങനൊരു തോട്ട് പോലും വരുന്ന പോലെയാണ്. ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങി, മിക്കവാറും നന്നായി പെയ്യും. അപ്പോൾ എനിക്ക് ഹുഡൊക്കെ ഇടേണ്ടി വരും എന്നാണ് തോന്നുന്നത്. നന്നായി പെയ്യുന്നു തോന്നുന്നു. സ്ഥിരം നടക്കുന്ന ഒരു വഴി, എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമാണ്. എന്തെന്നാല് ഇന്ന് കാറുകളിന് പോകും. ഇവിടെ മുഴുവൻ റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് അങ്ങോട്ടേക്കൊക്കെ മുഴുവൻ ഇതാണ് കമേഴ്ഷ്യൽ ആൻഡ് അതർ ജോലി സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ട്രാഫിക് തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ സമയത്ത്. ഇപ്പോൾ സ്കൂളെല്ലാം അടച്ചിരിക്കുന്നുണ്ട്, സ്കൂൾ ബസ്സൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ സമയത്ത് അതും നിറയെ ഉണ്ടാവും. നല്ല തുള്ളികൾ പിന്നെ തുടങ്ങി, കായൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലിപ്പോൾ സ്ഥിരമുള്ളതല്ലേ ഇങ്ങനത്തെ ചെടികൾ. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ അറിയിക്കുന്നില്ല. നമ്മൾ സന്തോഷങ്ങൾ മാത്രം അറിയിച്ച്, പ്രത്യേകിച്ച് ദൂരെയൊക്കെ താമസിക്കുമ്പോൾ നമ്മളെന്താ ചെയ്യുക? നമ്മുടെ അച്ഛനമ്മമാരെ നിവൃത്തിയുണ്ടെങ്കിൽ സങ്കടങ്ങളൊന്നും അറിയിക്കാതെ സന്തോഷം മാത്രം അറിയിച്ച്, അവർ നമ്മുടെ കൂടെ ഉള്ളപ്പോഴാണെങ്കിൽ പോലും നമ്മൾ സന്തോഷം മാത്രം അറിയിക്കും. സങ്കടങ്ങൾ അറിയിച്ച് അവരെ കൂടുതൽ വിഷമിപ്പിക്കേണ്ടതെന്നായിരിക്കും. പക്ഷേ അവരുടെ ജീവിതം മുമ്പോട്ട് പോണ പോലെ അവർ 75-80 ഒക്കെ ആയിക്കഴിഞ്ഞിട്ടും നമ്മൾ നമ്മുടെ മിഡിൽ ഏജിൽ നമ്മളും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളും കുറയാൻ പോകുന്നില്ല, ചിലപ്പോൾ കൂടാനേ പോകുന്നു. അപ്പോൾ നമ്മൾ നമ്മളെപ്പറ്റി ഒന്നുമേ ആലോചിക്കാതെ അവരുടെ കാര്യം മാത്രം ആലോചിച്ച് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഏജിങ് ഗ്രേസ്ഫുള്ളിയാണ്. എനിക്ക് തോന്നണു അതിന് ഏറ്റവും വേണ്ടത് ചെറുതിലെ തൊട്ടേ നമ്മൾ കുറേ ഹോബീസ് കൾട്ടിവേറ്റ് ചെയ്യണം. അത് റീഡിങ് ആവട്ടെ, ഗെയിംസ് പ്ലേ ചെയ്യുന്നതാവട്ടെ, ഓർ ആക്ച്വലി ഒരു ചാരിറ്റി അല്ലെങ്കിൽ ഒരു വർക്ക് വോളണ്ടിയർ ചെയ്യുന്ന ആവട്ടെ. അതാണെന്ന് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വോളണ്ടിയർ ചെയ്യുന്നത്, എവിടെയെങ്കിലും പോയിട്ട്
നമ്മളായിട്ട് ബന്ധപ്പെടാത്ത ആൾക്കാർക്ക് വേണ്ടി ഇത്തിരി സഹായം ചെയ്യുക. തിരിച്ചൊന്നും പ്രതീക്ഷിക്കരുത്, സന്തോഷം മാത്രമേ പ്രതീക്ഷിക്കുക. എൻ്റെ ചില ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെല്ലാം മിഡിൽ ഏജിലുള്ള. അപ്പോൾ നമ്മളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പറയുന്നൊരു കാര്യം എന്താ പറയുക, നമ്മൾ മക്കളെ സംസാരിക്കുന്ന പോലെ നമ്മൾ മക്കളെ പറ്റിയൊക്കെ സംസാരിക്കുന്ന പോലെ, ഓ എൻ്റെ മോൾ അങ്ങനെ, എൻ്റെ മോൻ ഇങ്ങനെ, അങ്ങനെ പറയുന്ന. അപ്പം അതിന് പകരം ഇപ്പോൾ അമ്മമാരെ പറ്റിയാണ് സംസാരിക്കണം. എൻ്റെ അമ്മയ്ക്ക് ഈ പരാതിയുണ്ട്, എൻ്റെ അമ്മയ്ക്ക് ആ പരാതിയുണ്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അത് മാറി നമ്മൾ പരാതിക്ക് വേണ്ടി ഈ ചെറിയ ജീവിതം തുലയ്ക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം ഷെയർ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരു കാര്യം വിഷമമുണ്ടായി 20 വർഷം മുമ്പ്, 40 വർഷം മുമ്പ്, 50 വർഷം മുമ്പ്, 60 വർഷം മുമ്പ്, അത് ഓർത്തിരിക്കാതെ ഇപ്പോഴത്തെ ജീവിക്കുക. ഇത്രയും ജീവിച്ചില്ലേ, 70 വർഷം 80 വർഷം ഒക്കെ ജീവിച്ച് ഒരാൾ എന്തുമാത്രം കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നല്ല കാര്യങ്ങൾക്കാണല്ലോ പഞ്ഞം. ഷോർട്ടേജ് മുഴുവൻ നല്ല കാര്യങ്ങൾക്കാണല്ലോ. ചീത്ത കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും അത് സ്പ്രെഡ് ചെയ്യാനും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രായം കൂടും തോറും നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ ജീവിതത്തിൽ ഇതെല്ലാം പഠിച്ചു, എന്തൊക്കെ സ്കിൽസാണ്, പ്രത്യേകിച്ച് പീപ്പിൾ സ്കിൽസ്. അതുകൊണ്ടാണല്ലോ അവരിപ്പോഴും നിലനിൽക്കുന്നത്. ആയിരിക്കാം ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ പീപ്പിൾ സ്കിൽസ് കൊണ്ടായിരിക്കാം അവരിത്രയും സർവൈവ് ചെയ്തത്, അതുകൊണ്ട്. പക്ഷേ ആ വോളണ്ടിയറിങ് ആണ് എനിക്ക് തോന്നുന്നു നമ്മുടെ അമ്മമാർ ആദ്യം തൊട്ടേ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അവർക്ക് പറഞ്ഞ പോലെ ശ്വാസം വിടാൻ വയ്യ, മക്കളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യം നോക്കണം, ആ കാര്യം നോക്കണം, ഈ കാര്യം, അതിൻ്റെ ഇടയിൽ എങ്ങനെ വോളണ്ടിയർ. പക്ഷേ അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്താൽ എൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇതുപോലെ പ്രായമാവുമ്പോൾ തിരിഞ്ഞ് നടക്കുകയാണ്. കാരണം മഴ എവിടെ വരുത്തുമെന്നറിയില്ല, നല്ലൊരു നടത്താണിത്. അപ്പോൾ കുറേ നടന്നാലേ എനിക്ക് വീട്ടിലെത്താൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ വോളണ്ടിയറിങ് എന്ന് പറഞ്ഞ കാര്യം അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പ് ആവാം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ റെഗുലറായിട്ട് ചെയ്യാം, മാസത്തിലൊരിക്കൽ, 2 ആഴ്ചയൊരിക്കൽ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കുടുംബത്തിന് മാത്രമല്ലാതെ ബാക്കിയുള്ളവർക്കും കൂടെ ചെയ്യാനായിട്ടൊരു ചാൻസ് കിട്ടുകയാണ്. അതൊരു ചാൻസ് ആയിട്ട് എടുക്കണം. അതൊരു വേർഡൻ, അയ്യോ എനിക്ക് ചെയ്യണമല്ലോ എല്ലാവർക്കും വേണ്ടി, അങ്ങനെയല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കണം. അത് ഡെഫിനറ്റ്ലി വെസ്റ്റേൺ കൾച്ചറിൽ അവർ വിട്ട് കൊടുക്കാത്ത ചില കാര്യങ്ങളാണ്. അതൊരു ചേർച്ചാവാം, ഒരു ചേർച്ചായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസോസിയേഷൻ ആവാം. അപ്പോൾ എങ്ങനെ പറയുന്ന അന്നദാനം നമ്മൾ ചെയ്യുന്ന പോലെ അമ്പലങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ജാതി മതത്തിലുമുണ്ട്, മോസ്കുകളിലുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് അമ്പലങ്ങളിലും മാത്രം ഒതുക്കാതെ അവരവരുടെ ഒരു ആഗ്രഹമായിട്ട് അത് പാവപ്പെട്ടവർക്ക് ചെയ്യാനോ, അല്ലെങ്കിൽ ആരുമില്ലാത്തവർക്ക് വേണ്ടി, ആരുമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ, ആരുമില്ലാത്ത പ്രായമായവർക്ക് വേണ്ടിയോ ഒക്കെ ചെയ്യാനും അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ടാക്കിയാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രായം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ തോന്നും. ബാക്കിയുള്ളവരുടെ പല ദുഃഖങ്ങൾ കാണുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊന്നും ഇല്ലാണ്ടാവും. ഈ ഇരുന്നിരുന്ന് ബ്രൂഡിയ പറയില്ലേ, ഇരുന്നിരുന്ന് ആലോചിച്ചുണ്ടാക്കുക. ഓ എനിക്ക് ഒരു 100 സന്തോഷമുണ്ട്, പക്ഷെ എനിക്ക് 2 സങ്കടങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ആ 2 സങ്കടങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന ആണ് ഏറ്റവും വലിയൊരു പ്രശ്നം. അതെന്തുകൊണ്ടാണ്? സമയം കിട്ടുന്നതുകൊണ്ടാണ്. സമയമുണ്ട്, സൗകര്യമുണ്ട്, ജോലിക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ there is time to think and there is time to overthink. അതാണ് ഒരു പ്രശ്നമായിട്ട് കാണുന്നത്. ഒരു മിഡിൽ ക്ലാസ് കുറച്ചുകൂടെ മുകളിൽ പോകുമ്പോഴത്തേക്ക് അത് കുറച്ച് കൂടുതലാണ്. കാരണം കുറച്ചുകൂടെ താഴത്തെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവർക്ക് ആ പ്രശ്നം വരില്ല. എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ട് ഓക്യുപ്പൈഡാക്കാൻ. അപ്പോൾ അതിൽ തന്നെ അവരുടെ ജീവിതം അങ്ങനെ പോവും. അത് നല്ല കാര്യം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അത് കാരണം മൈൻഡ് ഓക്യുപ്പൈഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് ഇരുന്നിട്ട് വെറുതെ സങ്കടപ്പെടാനും കണ്ടുപിടിച്ച് ഓരോ സങ്കടത്തിനെ പറ്റി പറയാനോ ഒന്നും സമയം കിട്ടില്ല. എന്നെപ്പോലത്തെ മിഡിൽ ഏജിലുള്ള ആൾക്കാർ, വലിയ മക്കളൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിന്തിക്കാവുന്നൊരു കാര്യമാണ് എപ്പോഴും എന്തെങ്കിലും ഒരു വോളണ്ടിയറിങ് ചെയ്യുക. ഞാനത് പ്രാവർത്തികമാക്കിയിട്ടുള്ള ആൾ തന്നെയാണ്. ഇവിടെ അമ്പലത്തിലാണെങ്കിലും ശരി,
ഞാൻ എവിടെയെങ്കിലും സ്കൂളിലാണെങ്കിലും ശരി എന്തെങ്കിലും വളണ്ടിയറിങ് എനിക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളപ്പോഴൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇനിയും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക, അതിനൊരു എൻ്റെ ഒരു തോന്നലും കൂടിയാണ് ഇതിൽ കൂടെ ഞാൻ പറയണത്. അപ്പോൾ അതൊന്നും കൂടെ ഊട്ടി ഉറപ്പിക്കുക പറയില്ലേ നമ്മൾ, നമുക്കങ്ങനെ എപ്പോഴും തോന്നുന്ന ചില കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അത് ഹെൽപ്സ് മൈസെൽഫ്, ഹെൽപ്സ് പ്രോബബ്ലി മേ ബി 1-2 ആൾക്കാർക്കെങ്കിലും അത് അങ്ങനെ ഒരു തോട്ട് വന്നാൽ വലിയ സന്തോഷം. അങ്ങനെയുള്ള ഒരു ചെറിയ വീഡിയോ മാത്രമാണിത്. അല്ലാതെ അത് എന്താ പറയുക, പ്രീച്ച് ചെയ്ത് എല്ലാം ശരിയാക്കി എടുക്കാം അങ്ങനെയൊന്നുമില്ല. അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ വയസ്സായവർ ഇരുന്ന് പരാതി പറയുമ്പോൾ ആക്ച്വലി പല ആൾക്കാർക്കും അറിയില്ല നമ്മളെപ്പോലത്തെ മിഡിൽ ഏജ് ആൾക്കാർ രണ്ടിൻ്റെ ഇടയിൽ കിടന്നിട്ട് എത്രത്തോളം ഞെരുക്കം അനുഭവിക്കണമെന്ന് അറിയില്ല. കാരണം നമ്മളെല്ലാം അറിയിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നന്ദി. നമുക്ക് ഇത്രയും ജീവിക്കാൻ പറ്റിയതിന് നന്ദി. ഇത്രയും കാര്യങ്ങൾ എനിക്ക് നടക്കാൻ പറ്റുന്നതിനും ലിറ്ററലി നടക്കാൻ പറ്റുന്നതിനും ദേഹം വെച്ച് നടക്കാൻ പറ്റുന്നതിനും ഇത്രയും സൗകര്യങ്ങൾ ഈശ്വരൻ തന്നതിനും നന്ദി. മറ്റേ അഹത്തിലെ മോഹൻലാലിൻ്റെ പാട്ട് പോലെയല്ലേ, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. നന്ദി എല്ലായിടത്തും ചൊല്ലാം. ഐ തിങ്ക് അതിന് അച്ഛനും അമ്മയിലും ഒതുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ മക്കൾക്കും നന്ദിയാവാം. അത് മക്കളുള്ള അമ്മ തന്നെയാണ് ഞാൻ പറയണത്. എനിക്കും നന്ദിയുണ്ട്. ആരെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞു, മോൻ ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. എനിക്ക് അവൻ കുറേ പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ അത്രയും സന്തോഷം ഉണ്ടാവണമെന്നില്ല. അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. നമുക്ക് നല്ല മനുഷ്യരായിട്ട് ജീവിക്കാൻ പറ്റുക, നമുക്ക് ബാക്കിയുള്ളവർക്ക് കൂടെ എന്തെങ്കിലും ചെറിയ കാര്യമാവട്ടെ ചെയ്യാൻ പറ്റുക, കൊടുക്കാൻ പറ്റുക. എൻ്റെ ഒരു ഫ്രണ്ട് 2 ദിവസം മുമ്പ് സംസാരിച്ച പോലെ അവർ ബർത്ത്ഡേക്ക് അവരിവിടുത്തെ വയസ്സായ അമ്മമാരുടെ കൂടെ കഴിക്കാൻ പോകും. അതായത് അവർ മീറ്റ് ചെയ്തത് എങ്ങനെ വെച്ചാൽ വാട്ടർ എക്സസൈസ് ചെയ്യാനായിട്ട് മീറ്റ് ചെയ്തതാണ് ആദ്യമായിട്ട്. അപ്പോൾ ആ അമ്മമാർ അവർക്ക് പ്രത്യേകിച്ച് പറഞ്ഞ മക്കളും മരുമക്കളും കൊച്ചുമക്കളും നോക്കിയിട്ടായിരിക്കില്ലല്ലോ ഇവിടെ ജീവിക്കുക. ചിലരൊക്കെ സീനിയർ സിറ്റിസൺ ഹോമിലായിരിക്കും, ചിലർ ബൈ ദംസെൽസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പോലത്തെ ജോയിൻറ്റ് ഫാമിലി ആവണമെന്നില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഈ പറഞ്ഞ സന്തോഷം തന്നെത്താനെ കണ്ടെത്തുന്നവരാണ്. ഇരുന്ന് പ്രാകാൻ പറ്റില്ല, ഇരുന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റില്ല ആരത്തും. അപ്പോൾ അവർ അസുഖത്തിലായിപ്പോൾ ആലോചിച്ച് ഡിപ്രഷനും, ഇന്നത്തെ എല്ലാവരുടെയും ഫേവററ്റ് വേർഡ് ഉണ്ടല്ലോ ഡിപ്രഷൻ ആവുകയോ സങ്കടത്തിലാവുകയോ വല്ല അസുഖം വരുത്തി വയ്ക്കുകയോ, അല്ലെങ്കിൽ അവരുടെ രണ്ടാമത്തെ വഴി, ഏറ്റവും നല്ല വഴി, അതിനെപ്പറ്റി ഒന്നും ആലോചിക്കാതെ തന്നെത്താനെ ഹാപ്പി ആയിട്ടിരിക്കുക. ഇത്തിരി ബുക്കൊക്കെ വായിച്ച്, ഇത്തിരി എക്സസൈസൊക്കെ ചെയ്ത്, നല്ല ആഹാരമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനൊരു ഗ്രൂപ്പുണ്ട്. ഈ ഫ്രണ്ട് പറയായിരുന്നു, എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ അവിടെ പല വെറൈറ്റി ഫ്രൂട്ട്സ് കൊണ്ടുപോയിട്ട് ഇവർക്കൊക്കെ കൊടുത്തു. ശ്രീദേവി, എനിക്ക് അതിൽ നിന്ന് കിട്ടിയ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. എന്ത് രസമുള്ള കാര്യമാണ്. വലിയ എന്താ പറയുക, ഭയങ്കര പ്രശ്നങ്ങളുള്ള കാര്യമൊന്നുമല്ലല്ലോ. കുറച്ച് ഫ്രൂട്ട്സ് എടുത്തു, അവർക്കൊക്കെ കൊണ്ട് കൊടുത്തു, ഒരുമിച്ച് ആഹാരം കഴിച്ചു. അവർ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യും. അപ്പോൾ ആദ്യമേ പേരൻസൊക്കെ നേരത്തെ നഷ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ ഇവരാരും ഇന്ത്യൻസ് അല്ല ഈ അമ്മമാർ. ഞാൻ പറയാം, ഇതിലൊന്നും റേസില്ല, ജാതിയില്ല, മതമില്ല, നിറമില്ല, രാജ്യമില്ല. ആ ഫ്രണ്ടിന് ആ സ്ത്രീകളുടെ ഓരോരുത്തർ, ചിലർ 93 വയസ്സ് വരെയുള്ള സ്ത്രീകളുണ്ട്, 80 കഴിഞ്ഞവരാ എല്ലാവരും. ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ആ ഒരു ഫോട്ടോയും കണ്ടു. എന്ത് രസമാണ്. അങ്ങനെയൊക്കെ ജീവിച്ചൂടെ? അങ്ങനെയൊക്കെ ഹാപ്പിയായിട്ട് ജീവിച്ചൂടെ? അതിന് പകരം നമുക്ക് കിട്ടിയ പറഞ്ഞ പോലെ 1000 സൗഭാഗ്യങ്ങളുടെ ഇടയിൽ 3-4 വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ ആ പഴയ പ്രശ്നങ്ങൾ ചെകഞ്ഞെടുത്ത് അതിനെപ്പറ്റി ആലോചിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്നുമില്ലാതെ ഹാപ്പിയായിട്ട് ലുക്ക് ഫോർവേഡ്. ഇത്രയും ജീവിച്ചല്ലേ, 80 വയസ്സ് വരെ ജീവിച്ചെന്ന് വെച്ചാൽ 80 വർഷങ്ങൾ, അത്രയും സൂര്യോദയങ്ങൾ കണ്ടു, അത്രയും കാലം ജീവിച്ചു. അപ്പോൾ ഇനി എത്ര നാളായാലും ശരി, എന്ത് വലിയൊരു ബോണസാണ്.
എത്ര പേര് 50 വയസ്സ് വരെ ജീവിക്കുന്നു? ഇത്രയും നമ്മൾ പറയുന്ന വിറ്റ്നി ഹ്യൂസ്റ്റൺ, മൈക്കിൾ ജാക്സൺ, നമ്മുടെ സ്വന്തം കൽപ്പന ചേച്ചി, എത്ര കഴിവുള്ള ആൾക്കാരായിരുന്നു, എത്ര എന്താ പറയുക, ലോകം മുഴുവൻ ഫാൻസുള്ള ആൾക്കാരായിരുന്നു ഇവരെല്ലാവരും. ഞാൻ കൽപ്പന ചേച്ചി ഉൾപ്പെടെ ഞാൻ പറയാം. നമ്മളവരെ കുറച്ച് കാണേണ്ട ഒരാവശ്യമില്ല, അത്ര കഴിവുള്ളൊരു കലാകാരി. പക്ഷെ അവരും 50 വയസ്സ് കഴിഞ്ഞാൽ ജീവിച്ചിട്ടില്ല. അപ്പം 50 വയസ്സ് കഴിഞ്ഞ് കിട്ടുന്ന എല്ലാ വർഷവും, എല്ലാ ദിവസവും, എല്ലാ മിനിറ്റും ബോണസാണ്. 100% കറക്റ്റാണ്. മുമ്പ് ഞാനേതോ ഒരു വ്ളോഗിലൊരു സെലിബ്രിറ്റി പറഞ്ഞതാണ്. അന്നും എനിക്ക് തോന്നി ശരിയാണല്ലോ, വളരെ കറക്റ്റാണല്ലോ. 50 വയസ്സ് കഴിഞ്ഞാൽ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. നമ്മൾ കാണുന്നില്ലേ എത്രയോ ആക്സിഡൻറ്റ്സ്, എത്രയോ മരണങ്ങൾ, ചെറിയ ചെറിയ കുട്ടികളൊക്കെ. ആക്സിഡൻസ് മാത്രമല്ല, പല പല ദുരിതങ്ങൾ അവരുടെ കുട്ടികൾ കേൾക്കുമ്പോൾ നമ്മൾ ഇത്രയും ജീവിച്ചു. ശരിയാണ്, എപ്പോഴും സന്തോഷങ്ങളല്ല, അങ്ങനെയാണല്ലോ ജീവിതം. പക്ഷേ അതിലും ചിരിച്ചുകൊണ്ട് ഉള്ളതിന് നന്ദിയോടെ മുമ്പോട്ട് നമുക്കൊക്കെ ജീവിക്കാൻ പറ്റട്ടെ. അതാണ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ, എന്നെ ഒന്ന് അറിയിക്കുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻസും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അത് വലിയ സന്തോഷമാവും. കാരണം എനിക്കറിയാം, ഞാനീ പോകുന്ന യാത്രയിൽ എന്നെപ്പോലെ കുറേ പേരുണ്ടെന്നറിയാം. അത് സ്ത്രീകളാവട്ടെ പുരുഷന്മാരാവട്ടെ. എനിക്കൊരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവ് തന്നെയാണ് പറയാൻ പറ്റുക കറക്റ്റായിട്ട്. പുരുഷൻ്റെ നിന്ന് പറയാൻ വിഷമമാണ്. പക്ഷെ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് പുരുഷന്മാർ ശരിക്കും പെട്ടുപോവാണ്. മനസ്സിലായല്ലേ? അത് എന്താ പറയുക, പല സ്ത്രീകളുടെ ഇടയിൽ പെട്ടുപോവാണ്. അപ്പോൾ അവർക്ക് തുറന്നൊന്നും പറയാനും പറ്റില്ല, ആരെയും തള്ളിപ്പറയാനും പറ്റില്ല, തള്ളിപ്പറയാനുള്ള കഴിവില്ല. പറ്റില്ല എന്നല്ല, കഴിവില്ല. അപ്പോൾ ആണുങ്ങളാണെങ്കിൽ ആണുങ്ങളുടെ രീതിക്ക് സ്റ്റാൻഡ് എടുക്കുക. ഇതൊക്കെയാണ് കറക്റ്റ്. അത് സ്വന്തം അമ്മയാവട്ടെ, അമ്മായി അമ്മയാവട്ടെ, ആരാവട്ടെ, ഇതാണ് കറക്റ്റ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന് വഴക്കൂടൊന്നും വേണ്ട. പക്ഷെ അത് മാറ്റർ ഓഫ് ഫാക്റ്റായിട്ട് പറയാം. അങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമേ അത് പറയുകയാണെങ്കിൽ ആ അമ്മമാർക്ക് അത് മനസ്സിലാവും. അല്ലാതെ 70 വയസ്സ് 75 വയസ്സായിട്ട് ഇനി എല്ലാം ശരിയാക്കി എടുക്കുക എന്ന് വെച്ചാൽ ശരിയാക്കാനേ പറ്റില്ല. അപ്പോൾ എന്താ ചെയ്യുക? ആണുങ്ങൾ എന്താ ചെയ്യുക? അമ്മമാരെന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും നന്നാക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ബാക്കിയുള്ളവർ നന്നാവും കേട്ടോ. നന്നാവുമെന്ന് മാത്രമല്ല, ബാക്കിയുള്ളവർ അനുഭവിക്കുക. നിങ്ങളങ്ങ് അനുഭവിക്കുക. അതിനി അടുത്ത 30 വർഷമാണെങ്കിൽ അങ്ങ് അനുഭവിക്കാന്നേ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ അമ്മമാരല്ലാതെ ബാക്കിയുള്ളവർ അനുഭവിക്കുന്നത് ഓക്കെ. പക്ഷെ അമ്മമാരെ കറക്റ്റ് ചെയ്യാനേ പാടില്ല, അമ്മമാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാനേ പാടില്ല. അങ്ങനെ വിചാരിക്കുന്നവർ തെറ്റാണ് ചെയ്യുന്നത്. കാരണം അവരെ കൂടെ ഉള്ള ആൾക്കാരെ തഴയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആണുങ്ങളുടെ ജോലി ചെയ്യുക, ട്രൈ ടു ബി ഫെയർ. അതാണ് എല്ലാവരും ചെയ്യുന്നത്. ഒരു അമ്മമാരാണെങ്കിലും ശരി, ഒരു ആണുങ്ങളാണെങ്കിലും ശരി, അതിൽ ആയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും ശരി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചുകൂടെ ഫെയർ ആവാം. അതാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഒരാളെ ഉപദ്രവിച്ചു എന്ന് വെച്ചോളൂ, നമ്മുടെ അമ്മയോ അമ്മായിയമ്മയോ ആരായോ, ഞാനിപ്പോൾ അതല്ല, സാസ് ഭി കഭി ബഹു ഥി എന്ന് പറയില്ലേ. പണ്ട് അവരും മരുമോളായിരുന്നു. പക്ഷെ ഇപ്പോൾ അവരിയ്ക്കുന്നത് ചിലപ്പോൾ വെറും ഒരു അമ്മയായിട്ടായിരിക്കാമെന്നില്ല, വെറും ഒരു ഞാൻ പറയുന്നതൊക്കെ മറ്റേ എന്താ പറയുക, ഒരു അധികാരസ്വരം, എപ്പോഴും അധികാരസ്വരവും, എപ്പോഴും ഞാൻ പറഞ്ഞത് മാത്രമേ ശരിയുള്ളൂ, അതൊക്കെ മാറ്റിവെച്ച് ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്, ബാക്കിയുള്ളവർ മനുഷ്യ സ്ത്രീകളാണ് എന്നുള്ള ഒരു ബോധ്യത്തോടെ കുറച്ചും കൂടെ ഒരു പക്വത, ഞാൻ പറയുന്നില്ല 70-80 വയസ്സ് പക്വതയില്ലെന്ന് പറയാൻ പറ്റും. എന്താ പറയുക, റീസണബിൾ ആവുക. നോട്ട് മെച്യൂരിറ്റി, ബട്ട് ബി റീസണബിൾ, ബി ഫെയർ ടു ദി അതർ പേഴ്സൺ. അത് വേറെയായിട്ട് കാണുന്നതുകൊണ്ടാണ് ആ പ്രശ്നം പറ്റുന്നത്. ഇപ്പം ഞാനാണ് ആ സ്ഥാനത്തെങ്കിൽ എനിക്കിത് ഇഷ്ടപ്പെടുമോ എന്ന ഒറ്റ ചിന്ത മതി.
ഞാനാണ് ആ മകൾ, ഞാനാണ് ഈ മരുമകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അവർ പറയുന്നതും ചെയ്യുന്നതുമായ 99% കാര്യങ്ങൾ അവർ ചെയ്യുന്നു. അത് എൻ്റെ സ്വന്തം അമ്മയുടെ കാര്യത്തിൽ തന്നെ ഞാൻ ചിലപ്പോൾ പറയും, എന്നും വീഡിയോ കോളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും, അമ്മയുടെ കാലത്ത് അമ്മയുടെ അമ്മയായിട്ട് ഇങ്ങനെ എന്നും സംസാരിക്കില്ലായിരുന്നു. അപ്പോൾ അത്രയും പ്രശ്നങ്ങൾ കുറയുക ചെയ്യണേ, മനസ്സിലായോ? കാരണം അത്രയും സംസാരിക്കുന്നുള്ളൂ. അപ്പോൾ വല്ലപ്പോഴും നമുക്ക് കിട്ടുമ്പോൾ നമുക്കതിന് വാല്യൂ ഉണ്ടാവും. ഇത് എപ്പോഴും കിട്ടുമ്പോൾ ഇത് അവൾ മുമ്പ് പറഞ്ഞു തന്നെ, അല്ലെങ്കിൽ ഇതൊന്നും എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല, അങ്ങനെ ഏത് അമ്മയ്ക്കും തോന്നാം. അത് അമ്മയാവട്ടെ അമ്മായിയമ്മയാവട്ടെ, ഇതൊക്കെ അങ്ങനെയൊക്കെ പറയും. എനിക്ക് തോന്നണത് മാത്രമേ ചെയ്യൂ, ഞാനാര് പറഞ്ഞാലും കേൾക്കില്ല. ആ ഒരു മെൻറ്റാലിറ്റി ഉണ്ടല്ലോ, അതാണ് പ്രശ്നം. സോ എനിക്ക് തോന്നുന്നു, എൻ്റെ മനസ്സിൽ വരുന്നത് ബി ഫെയർ ടു ഈച്ച് അതർ. അത് തുടങ്ങണത് 70 വയസ്സിലല്ല, നേരത്തെ നമ്മൾ കുട്ടികളെ വളർത്തുമ്പോഴേ അത് കൊണ്ടുവരണം. പിന്നെ നമ്മൾ വളർന്ന ശേഷവും നമുക്കും തന്നെത്താനെ കല്യാണം കഴിച്ച ശേഷമാണെങ്കിലും അത് കഴിഞ്ഞ് മക്കളും മരുമക്കളും ആകുമ്പോഴും നമ്മൾ തന്നെത്താനെ മനസ്സിലാക്കണം, ഇതാണ് എൻ്റെ സ്ഥാനം. ഞാനൊരു അധികാര ദുർവിനിയോഗം ചെയ്യുന്ന ഒരാളെപ്പോലെ പെരുമാറരുത്. ഞാനവിടെ ആരും പഠിപ്പിക്കാൻ വന്നിട്ടുള്ളതല്ല, ഞാനൊരു അമ്മയാണ്. ഞാൻ ഇത്രയും വളർത്തി വലുതാക്കി, ശരിയാണ്. ഇനി അവർ ജീവിക്കട്ടെ, ഇനി അവർ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കട്ടെ, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്യുക. എനിക്കുള്ള കാര്യങ്ങളൊക്കെ അവരെനിക്ക് ചെയ്തു തരട്ടെ, ഞാനതിൽ നന്ദി ഉണ്ടായിരിക്കും. എനിക്ക് അവർക്ക് ഇനിയും ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു കൊടുക്കാം. അവർ ഇതുപോലെ തന്നെ എന്നെയും നന്നായിട്ട് നോക്കട്ടെ. അങ്ങനൊരു തോട്ടുണ്ടെങ്കിൽ, എന്തുകൊണ്ടാണ് ഞാൻ അമ്മമാരെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അച്ഛന്മാർ വേറൊരു സോണാണ് എപ്പോഴും. അവർക്ക് പറഞ്ഞ പോലെ അവരുടെ കാര്യങ്ങൾ നടക്കുക, അത് കൂടുതൽ മിക്കവാറും അവരൊന്നും ഇൻ്റർഫിയർ ചെയ്യാനോ, അവർക്ക് പറഞ്ഞ പോലെ 5 മണിക്ക് ചായ എന്നാൽ 5 മണിക്ക് ചായ, 8 മണിക്ക് ആഹാരമാണ് 8 മണിക്ക് ആഹാരം. അവരവരുടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ വേറെ ഒന്നിനും വരില്ല. പ്രായ അച്ഛന്മാർ പൊതുവേ എങ്ങനെയാണ്, എക്സെപ്ഷൻസ് ഉണ്ട്, എല്ലാത്തിലും ഇൻ്റർഫിയർ ചെയ്യുന്ന അച്ഛന്മാരുണ്ട്. പക്ഷേ അമ്മമാരങ്ങനെയല്ല. വീട്ടു ജോലിയാണെങ്കിലും ശരി, എല്ലാത്തിലും എല്ലാ കാര്യങ്ങൾക്കും കുറച്ചും കൂടെ ഒരു കൺട്രോൾ, കുറച്ചും കൂടെ ഒരു ഇൻ്റർഫിയറൻസ്, അത് തന്നെയാണ് കറക്റ്റ് വേർഡ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർഫിയർ ചെയ്യാൻ പകരം കുറച്ചുകൂടെ സ്നേഹമായിട്ട്, വെറും ഡ്യൂട്ടി എന്നല്ല. അപ്പോൾ നമുക്ക് തന്നെ സ്നേഹം വരും. ഡ്യൂട്ടിയിൽ നമ്മൾ എല്ലാം ഫോക്കസ് ചെയ്താൽ നമുക്ക് ആ സ്നേഹം കുറയും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഡ്യൂട്ടി അല്ല സ്നേഹം, ഡ്യൂട്ടി സ്നേഹത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഞാനത് പല കുടുംബങ്ങളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് ഡ്യൂട്ടി. ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂട്ടി മാത്രമല്ല. പിന്നെ മൃഗങ്ങളും പക്ഷികളും നമ്മൾ എന്താ വ്യത്യാസം? അവരും ഡ്യൂട്ടി ചെയ്യുന്നു. മനുഷ്യരെ വ്യത്യാസമാക്കുന്നത് തന്നെ നമ്മുടെ ദയ, കാരുണ്യം, നമ്മുടെ സോഫ്റ്റ് ഫീലിങ്സ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് നന്ദിയില്ലേ? നായ്ക്കളെ പോലെ നന്ദിയുള്ള, അല്ലെങ്കിൽ പശുക്കൾ, എന്തുമാത്രം സ്നേഹവും നന്ദിയുള്ള ഒരു ജാതിയാണ് പശു. ജാതി എന്ന് പറഞ്ഞാൽ ടൈപ്പ് എന്നാണ് കേട്ടോ അർത്ഥം, അല്ലാതെ ജാതി എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മറ്റേ ജാതിക്കാടുമല്ല. ജാതി എന്ന് വെച്ചാൽ ടൈപ്പ്. അപ്പോൾ അതൊക്കെയാണ്. മഴ ഒരുവിധം മോശമില്ലാതെ പെയ്യുന്നുണ്ട്. ഫോണ് ഞാൻ മഴയിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ എത്ര നടന്നു പോലും എനിക്ക് ഓർമ്മയില്ല, കാരണം ഇങ്ങനെ സംസാരിച്ച്. പക്ഷെ നല്ല രസമുള്ള വെതർ, ഒട്ടും ചൂടില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും അതുകൊണ്ട് ഗുണമുണ്ടെങ്കിൽ, ചെറിയതാവട്ടെ, ഒരു 0.0001% ആവട്ടെ, എനിക്ക് സന്തോഷമുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം മക്കളെ വളർത്തി വരുമ്പോഴും ദയവ് ചെയ്ത് അവരെ കുറച്ചും കൂടെ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട്, അത് കുട്ടി വോളണ്ടിയറിങ് ആവട്ടെ. അവർ സ്കൂളിലാകുമ്പോൾ മുമ്പ് ഞാൻ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ ഏറ്റവും നല്ലൊരു കാര്യം വോളണ്ടിയറിങ്ങാണ്. അപ്പോൾ എന്താ പറ്റുമെന്ന് വെച്ചാൽ അവർക്ക് 20 മണിക്കൂറൊക്കെ ചെയ്തേ പറ്റൂ വോളണ്ടിയറിങ് സ്കൂളിൽ. പ്രാഗ് ചെയ്യുന്ന ഇഷ്ടംപോലെ കുട്ടികളുണ്ട്, എനിക്കറിയാം. പ്രാകാതെ അതിഷ്ടപ്പെട്ട് കൂടുതൽ വോളണ്ടിയർ ചെയ്യുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് അത് വലിയ അഡ്വാൻറ്റേജാണ്. കാരണം അവർ ഇനി ജീവിതകാലം മുഴുവൻ എപ്പോഴെങ്കിലും വോളണ്ടിയർ ചെയ്യാൻ ചാൻസ് കിട്ടുമ്പോൾ അവർ ചെയ്തിരിക്കും. അത് എൻ്റെ സ്വന്തം അനുഭവമാണ്. കാരണം
എനിക്കിതൊന്നും ചാൻസ് കിട്ടാതിരുന്നതാണ് ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ. ഇവിടെ എനിക്ക് കിട്ടിയ ശേഷം പ്രത്യേകിച്ച് എനിക്ക് അമ്പലം തന്നെയാണ് ആ വഴി തുറന്നത്. പിന്നെ എൻ്റെ മോളുടെ സ്കൂളിലൊക്കെ ആകുമ്പോൾ ചില ട്രിപ്പിനൊക്കെ പോകുമ്പോൾ എനിക്ക് ആണെങ്കിൽ കൂടെ നമുക്ക് പോവാം, വോളണ്ടിയർ ചെയ്ത് കൂടെ പോവാം. ഞാൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അതൊക്കെ തന്നിട്ടുള്ള സന്തോഷം വലിയ വലിയ സന്തോഷം. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി വളർത്തിയെടുത്താൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള നേച്ചർ കുറച്ചുകൂടെ കൂടും. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആവും. ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഞാൻ എന്ന ഭാവങ്ങളെ പണ്ട് വയലാറായിരിക്കണം എഴുതിയത്. അത് വളരെ കറക്റ്റാണ്. ഈ ഞാനെന്ന ഭാവം കുറച്ചൊന്ന് കുറച്ചിട്ട് നമ്മളെല്ലാം എന്ന് വിചാരിച്ചാൽ ലോകം ശരിക്കും സുന്ദരമാവും. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ, എല്ലാവർക്കും നല്ലൊരു രാത്രിയാവട്ടെ. രാത്രിയാണിത് കാണുന്നതെങ്കിൽ ഇപ്പോഴും റോബിൻസ് ചിലയ്ക്കുന്നുണ്ട്. റോബിൻ പക്ഷികൾ അവർ നടന്ന് നൂഡിൽസ് കഴിക്കുന്നുണ്ട്. പറഞ്ഞിട്ടില്ല, എർത്ത് അവരുടെ ഫേവറേറ്റ്. അപ്പോൾ നടന്നിങ്ങനെ ലോണിൽ നോക്കി ചെരിഞ്ഞൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ എർത്ത് പുഴുവിനൊക്കെ തിന്ന് ജാളിയായിട്ട് അവർ നടക്കും. കേൾക്കാമോ റോബിൻ? Thank you so much for watching. Take care. Bye.